ആണ് നന്ദഗോവിന്ദ ഭജൻസ് ഇന്ന് നടത്തിയത്. ഇവരെ സംബന്ധിച്ച് ഇവർ ഗാനമേള ട്രൂപ്പായിരുന്നു എന്ന് കരുതുക. ശരിയാണ്, ഗാനമേള ട്രൂപ്പിൽ പാടുമ്പോൾ ചിലപ്പോൾ ചില ക്രൈസ്തവ ഭക്തിഗാനങ്ങളും ചില മുസ്ലിം ഭക്തിഗാനങ്ങളും റസൂലെ എന്നൊക്കെയുള്ള പാട്ടുകളും പാടുക സാധാരണയാണ്. ആരും ഒന്നും അതിനകത്ത് ഒരു ഒബ്ജക്ഷൻ പറയാറില്ല. പക്ഷേ ഹൈന്ദവ ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഭജന അവതരിപ്പിക്കുന്ന വസ്ത്രധാരണ രീതികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചന്ദനക്കുറിയും തൊട്ടുകൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ടുമൊക്കെ ഭജന നടത്തുമ്പോൾ ആ സംസ്കാരം അവർ കാണിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് കാണിച്ചില്ല എന്ന് മാത്രമല്ല, ഇതിനെതിരെ മിണ്ടിയവരോടൊക്കെ വളരെ മോശമായ രീതിയിലാണ് ഇവർ പ്രതികരിച്ചതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അതുകൊണ്ട് ഇത് തെറ്റാണ്, 100% അപലപനീയമാണ്. ചില രംഗത്തൊക്കെ രക്ഷപ്പെടുമ്പോൾ തോന്നിട്ട് സ്വാഭാവികമായ അഹങ്കാരവും ഇനിയും തൊട്ട് ഞാൻ മതേതരത്വത്തിന്റെ വ്യക്താവാണ് എന്ന് കാണിക്കാനുള്ള ഒരു പ്രവണതയും ചിലർക്ക് ഉണ്ടായതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ തീർത്തും ഹൈന്ദവ സമൂഹത്തിന് വലിയ ഒരു വേദന ഉണ്ടാക്കിയ സംഭവമാണിത്. അവർ എന്താണ്, ഞങ്ങളുടെ ഭജന നടത്തുന്ന സമയത്ത് അതിന് വേണ്ട പാർക്കിങ്ങിന് ഒരു പള്ളിയോ പള്ളി കമ്മിറ്റിക്കാരോ സ്ഥലം കൊടുത്തു. അതുകൊണ്ട് അവരെ സുഖിപ്പിക്കാൻ ഞങ്ങളൊരു പാട്ട് പാടുന്നു എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗായകൻ പറഞ്ഞത്. ഇതേ ഒരു സാഹചര്യം ഒരു ക്ഷേത്രത്തിന്റെ കുറച്ചടുത്തൊരു ബാർ ഹോട്ടലുണ്ട്. ആ ബാർ ഹോട്ടലിന്റെ മുതലാളിയുടെ കുറെ വസ്തു അവിടെ കിടക്കുന്ന അവിടെയൊക്കെ കാറ് പാർക്ക് ചെയ്യാൻ ഇയാൾ ഏത് പാട്ട് പാടും? അതൊന്നും ശരിയല്ല. ഇത് 100% അപലപനീയമായ സംഭവമാണ്. കാരണം കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികൾക്ക് ചില കച്ചിത്തുരുമ്പാണ് ഇത്തരത്തിലുള്ള ഭജൻ ട്രൂപ്പുകളും മറ്റും. കാരണം ബാക്കി എല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള രീതികളിൽ മുന്നേറുമ്പോൾ സനാതനധർമ്മ വിശ്വാസികൾ, സെമിറ്റിക് മതക്കാരല്ലാത്ത ഹിന്ദുക്കൾക്ക് ഇത്തരത്തിലുള്ള ആശയാണ്. ആ ആശ കൂടെ തകർക്കുകയാണ് നന്ദഗോവിന്ദ ഭജൻസ് ഇന്ന് നടത്തി. യൂസ്തുസ് ജോസഫ് എന്ന് പറയുന്ന മതപരിവർത്തനത്തിൽ കൂടി ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി, എന്ന് വെച്ചാൽ യോമയ സഭ എന്ന് പറയുന്ന ക്രൈസ്തവ സഭയുടെ സ്ഥാപകൻ, ക്രൈസ്തവ സംഗീതത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി എഴുതിയ പാട്ടാണ്. ഇത് ആസൂത്രിതമായ ഒളിച്ചുകടത്തിൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറേയേറെ ദിവസമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഹിന്ദുക്കളെ വളരെ മോശമായിട്ട് അടച്ചാക്ഷേപിക്കുകയാണ്. ഫാദർ പോൾ തേലേക്കാട് എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. അമ്പലങ്ങളിൽ ടൺകണക്കിന് സ്വർണമുണ്ട്, അത് എടുത്തുപയോഗിക്കണം സേവനത്തിന്. അതിനുശേഷം എന്താണ്, ദീപിക പത്രവും ബിനോയ് ജോസഫും എന്താ പറഞ്ഞത്? രാമായണം എന്നൊരു കൃതിയുമില്ല, എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാള ഭാഷയുടെ പിതാവ് ജീവിച്ചു വിടുന്നിട്ടില്ല, അതേപോലെ തന്നെ ഗദ്യസാഹിത്യം കൊണ്ടെന്ന് ക്രൈസ്തവ മിഷണറിമാരാണെന്നും പറഞ്ഞു. ഇത് നമ്മളിതെല്ലാം ഇവിടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിന്റെ പിറകിലൊക്കെ ചില അജണ്ടകളുണ്ട്, ചില ഒളിച്ചുകടത്തലുകളുണ്ട്. ആ ഒളിച്ചുകടത്തലുകൾ ശരിയല്ല. ഇവര് ഭജൻസ്, നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പേര് മാറ്റിയിട്ട് നന്ദകുന്തിരിക്കം ഗാനമേള സമിതി എന്നാക്കിക്കോട്ടെ, എന്നിട്ട് അവർ പാടിക്കോട്ടെ, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അമ്പലപ്പറമ്പിൽ പാടുമ്പോൾ ഹിന്ദു ഭക്തിഗാനങ്ങളെ പാടാൻ നോക്കൂ. അത് തിട്ടൂരമായിട്ടൊന്നും അതിനെ കാണേണ്ട കാര്യമില്ല. അതാണ് അതിന്റെ ന്യായം, അതാണ് അതിന്റെ ശരി. കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഉണ്ട്. ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ദഫ്മുട്ട് അവതരിപ്പിക്കുന്നു. ആ അമ്പലത്തിന്റെ മുമ്പിലെ വിളക്കിനെ വലം വെച്ചുകൊണ്ടാണ് ദഫ്മുട്ട്. ഒരു ഹിന്ദുവും ഒന്നും പറഞ്ഞില്ല, മലബാറിലൊരു ക്ഷേത്രമാണ്. പക്ഷെ തൊട്ടടുത്തൊരു മുസ്ലിം പള്ളിയിലെ ഒരു ചെണ്ടഘോഷത്തിന്റെ അകമ്പടിയോടുകൂടി ഏതോ ഒരു പരിപാടി ചെന്നപ്പോൾ ആ സ്ത്രീകൾ ഉൾപ്പെടെ അതിനെ ഓടിക്കുന്ന കാഴ്ചയുമുണ്ട്. അന്നേരം മതേതരത്വം ഒരു വൺ വേ ട്രാഫിക്കായി ഹിന്ദു അത് പാലിച്ചുകൊണ്ട് പൊക്കോണം, റെഡ് ലൈറ്റ് കത്തുമ്പോൾ നിന്നോണം, പച്ച വിടുമ്പോൾ പൊക്കോണം തുടങ്ങിയ തിട്ടൂരം ഹിന്ദു മതേതരത്വവാദികൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഇത് ബാധകമല്ല എന്ന രീതിയിൽ പോകുന്നു. അത് നന്ദഗോവിന്ദത്തിനെ അതിനെ മറയാക്കിയിരിക്കുകയാണ്. അവർ കരുതേണ്ട ഒരു കാര്യമുണ്ട്, ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുതലായിരിക്കും. അതുകൊണ്ട് വളരെ ക്ഷമാപൂർവ്വം അനിയന്മാരോട് പറയുകയാണ്, നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമാണ് മക്കളെ. നിങ്ങൾ ഒരുമാതിരി നല്ല രീതിയിൽ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഭജൻസിനകത്തോട്ട് വിഷമൊഴിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള ഒരു പാട്ടുമല്ലിത്. ഏതോ കാലത്ത് പ്രശസ്തരായിട്ടുള്ള ഹൈന്ദവ കവികൾ രചിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ഭക്തിഗാനങ്ങൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ പകർപ്പവകാശം ഇല്ല, കോപ്പി അടിച്ചുകൊണ്ട് ഇവർ പാടുകയാണ്. ഇവർക്ക് തൊണ്ട മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. ആ വരികളും ആ സംഗീതവും ഒക്കെ എവിടെയോ ഇരിക്കുന്ന, അല്ലെങ്കിൽ മരണമടഞ്ഞു പോയ ഏതോ മിടുക്കന്മാരുടെ രചനയാണ്. അവരോടുകൂടെ കാണിക്കുന്ന ഒരു നന്ദികേടാണ്, ഗുരുത്വദോഷമാണ്. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ നിർത്തുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഉടനെ മണ്ടക്കോട്ട് ആരുടെയും കയറാൻ വരരുത്. കാരണം ഇത് അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. സോഷ്യൽ മീഡിയ നോക്കൂ, ഇവരെ അനുകൂലിച്ച് ഏതെങ്കിലും ഒരു ഹിന്ദു വിശ്വാസിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എതിർത്തുകൊണ്ടാണ്. ഇതുവരെ അവരെ പിന്തുണച്ചവർ ഒന്നടങ്കം തിരിഞ്ഞു. കാരണം നാട്ടിലെ സാധാരണക്കാരായ ഹിന്ദുക്കളുടെ നാണയത്തുട്ടുകളും നോട്ടുകളും മേടിച്ച് പിരിവായി മേടിച്ച് ഉത്സവം നടത്തി ഇവർക്ക് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട്, ഇവരെ മോക്ഷത്തിനൊന്നും അല്ലല്ലോ,
ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ഇവർ പരിപാടി അവതരിപ്പിക്കുന്നത്. അന്നേരം ഈ കഴിച്ചപ്പോൾ എല്ലിനിടയിൽ കയറാൻ തുടങ്ങി എന്ന് തോന്നൽ ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടായാൽ തെറ്റ് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രിയ അനുജന്മാരെ ഇതങ്ങ് നിർത്തണം, നല്ലതാണ്. നിങ്ങൾക്ക് ഭാവിയിൽ വളരെ അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, ഹൈന്ദവ സംസ്കാരത്തിനെ പോഷിപ്പിക്കുക. ഇതിന്റെ ഇടയ്ക്ക് മറ്റുള്ളതിനെ പോഷിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ പോഷണം കുറയും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ ഈ ക്രിസ്തീയ ഭക്തിഗാനമായി നാളെ ഇനി അമ്പലത്തിൽ റാപ്പ് സോങ് ആലപിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇവർ മാറുമോ? നാളെ വേടനൊക്കെ ചൊല്ലുന്നത് പോലുള്ള വളരെ ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു റാപ്പ് സോങ് നാളെ പാടാമെന്ന് ചോദിച്ചാൽ, അത്തരത്തിലുള്ള ഒരാളാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഫേവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പാടുമോ ഇവർ? അത് അന്നേരം കാണാം, പാടട്ടെ. എനിക്കതേ ഉത്തരം പറയാനൊക്കത്തുള്ളൂ. പാടട്ടെ, അന്നേരം കാണാം. അതിനുള്ള ഇവനൊന്നും അതിനുള്ള കഴിവും പ്രാപ്തിയും ഒന്നും ആയിട്ടൊന്നുമില്ല. ആര് പ്രൊട്ടക്ട് ചെയ്യാനാ? ഹിന്ദു ക്ഷേത്രങ്ങളല്ലേ പേര് കിട്ടത്തുള്ളൂ ഭജൻസിന്. ഞാൻ പറഞ്ഞ പോലെ നന്ദകുന്തിരിക്കും ഗാനമേള സമിതി നാക്കിക്കൊണ്ട് പാടിക്കോട്ടെന്ന്. എവിടെ വേണേലും പോയി പാടുവോ? ക്ഷേത്രപ്പറമ്പ് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് കൃത്യമായ രീതിയിൽ പോകണം. ഇതൊരു കൃത്യമായ ഗൂഢാലോചന, കാരണം ഇത് ഒരു സംഭവമല്ല. ഈ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോ നമ്മുടെ കാണിക്കയല്ല, നമ്മുടെ കണിയുടെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ മന്തിയുടെ മുന്നിൽ കൃഷ്ണൻ വരിക, അത് കേരളത്തിൽ ഉടനീളം കാണുന്നു. അതോടൊപ്പം തന്നെ പിന്നീട് ബാംഗ്ലൂരിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ പല ഇടങ്ങളിലേക്കും പ്രത്യക്ഷപ്പെടുന്നു. നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുന്നു. പക്ഷേ TCS സംഭവം ഉൾപ്പെടെ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗം എന്നതുപോലെ തന്നെ തുടർച്ചയായി ഉണ്ടാകുന്നതായിരുന്നു നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? 100%. ഇത് ആലോചിക്കേണ്ട വിഷയമാണ്. ഇത്തരത്തിലുള്ള ചില ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള നരേറ്റീവ്സ് സമൂഹത്തിൽ സൃഷ്ടിക്കുക, അതിന് മതേതരത്വത്തിന്റെ പിന്തുണ കൊടുക്കുക, അത് നവോത്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടെന്ന് അവകാശപ്പെടുക, കേരള സംസ്കാരം ഇതാണെന്ന് പറയുക, യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണെന്ന് പറയുക. അതിന്റെ ഒരു അജണ്ട നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അനുജന്മാര് അതിനകത്ത് വീണുപോയതിൽ ഞങ്ങൾ